സംവിധായകൻ രഞ്ജിത്ത് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് യുവനടിയെ കാരവണിലേക്ക് വരാൻ പറയുകയും അവിടെ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. മോശമായ രീതിക്ക് പെരുമാറി എന്നാണ് പറയുന്നത്. രഞ്ജിത്തിനെതിരെ തെളിവുണ്ട് എന്ന് പോലീസ് ശേഖരിച്ചാണ് അറസ്റ്റിലേക്ക് കടന്നത് എന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു. തൊഴിലിടത്തിൽ ഒരു സ്ത്രീക്കും ഇതുണ്ടാകാൻ പാടില്ല. യുവതി കടന്നു പോകുന്നത് കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത്. ഇക്കാര്യം യുവതിക്ക് വലിയ വെല്ലുവിളിയായി തോന്നിയെന്നും കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ഈ അനുഭവം ഉണ്ടാവുകയും ഈ യുവനടി കരഞ്ഞു വിളിച്ചുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി ഓടുകയുമാണ് ചെയ്തത്. പക്ഷേ ആ സെറ്റിലുള്ള എല്ലാവർക്കും, ആ ഷൂട്ടിംഗ് സെറ്റിലുള്ള എല്ലാവർക്കും ഇതറിയാമായിരുന്നു. ജനുവരിയിൽ നടന്ന സംഭവമാണ്. പെട്ടെന്ന് തന്നെ യുവനടി പരാതി കൊടുക്കുകയും ചെയ്തു. ഇതിനു മുമ്പും ഈ സംവിധായകൻ രഞ്ജിത്ത് 2009 ഒരു ബംഗാളി നടിയെ ഇതുപോലെ ഇയാൾ പീഡനത്തിന് ഇരയാക്കുകയും പരാതി കൊടുക്കുകയും എന്നിട്ട് ആ കേസ് എങ്ങും ആവാത്ത രീതിക്ക് തേച്ചു മായ്ച്ച് കളഞ്ഞു. അതിനുശേഷം പ്രകൃതി വിരുദ്ധ പീഡനത്തിനും കേസ് ഇയാളിൽ ഉണ്ടായി. അപ്പോൾ ഇയാൾ ഇങ്ങനെ സ്ഥിരം നടന്ന് സ്ത്രീകളെ ആയിരുന്നാലും പുരുഷന്മാരെ ആയിരുന്നാലും ഇതുപോലെ ഉപയോഗിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. പക്ഷേ പുള്ളിക്കാരൻ ഇത് ഏൽക്കുന്നില്ല. പോലീസ് തിരിച്ചും മറിച്ചും ചോദ്യം ചെയ്തിട്ടും ഇത് ഏൽക്കുന്നില്ല. ഈ യുവനടി പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കുകയും പരാതി കൊടുത്തതിൻ്റെ പേരിലാണ് പെട്ടെന്ന് തന്നെ കേസെടുത്ത് തന്ത്രപൂർവ്വം പോലീസ് ഇയാളെ പിടിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഇതിന് ശേഷം ഇയാൾ ഒളിവിൽ പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഏതോ നടൻ്റെ വണ്ടിയിൽ കയറിയോ അങ്ങനെ എങ്ങാണ്ട് പോകാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. ഷൂട്ടിംഗ് ഷെഡിൽ നടന്നിട്ടുള്ളതാണ്. ഷൂട്ടിംഗ് ഷെഡിലുള്ള ആൾക്കാർക്ക് എല്ലാം അറിയും. അപ്പം തന്നെ വിക്ടിം കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് അവിടെ ഉള്ള ആൾക്കാരോട് പറഞ്ഞ് അവർ തന്നെ അവരെ സമാധാനപ്പെടുത്തി വിട്ടിട്ടുള്ളതാണ്. ഈ യുവനടി ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായപ്പോൾ കരഞ്ഞു വിളിച്ച് ആ സെറ്റിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഓടിയപ്പോൾ അവർ സമാധാനിപ്പിച്ചു. പിന്നെ അവർ ഏക്കോ? ആ സെറ്റിലുള്ളവരാരും ഏക്കൂല. ഇങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്ന് ഇയാളെ പക്ഷേ നിൽക്കുള്ളൂ. ഇതിൽ ഒരു കാര്യം എന്താ നോക്കെങ്കിൽ ആ വിക്ടിം വാസ് ഹൈലി ട്രമാറ്റൈസ്ഡ്. കൗൺസിലിങ്ങും സൈക്കാട്രിക് ട്രീറ്റ്മെൻ്റ് ഒക്കെ പോയിട്ട് വളരെ ലേറ്റായിട്ട് ഒരു കോൺഫിഡൻഷ്യൽ വന്ന പിന്നാണ് വന്നത്. ചാലഞ്ച് എന്തെങ്കിലും അവർ എതിർത്ത് നിൽക്കുന്നത് ഒരു വലിയ ആളാണെങ്கிறது കൊണ്ട് നേരത്തെ ഒരു അത്തനോട് പോയിട്ടില്ല എങ്கிறது ഒരു ഇതുകൊണ്ട് പിന്നെ അവരുടെ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി അത് വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു SIT രൂപീകരിച്ച് വുമൻ പോലീസ് ഓഫീസേഴ്സാണ് ഇനിഷ്യലി ഇട്ട് പിന്നെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് സെലിബ്രിറ്റി ആയതുകൊണ്ട് നമുക്ക് കുറേ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെയാണ് നമ്മൾ മുൻകൂട്ടി പോയത്. സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇയാളൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെ ഇത് കേസ് വലിയ രീതിക്ക് എടുക്കാനൊന്നും പോകുന്നില്ല. കേസ് എടുത്താൽ തന്നെ പോലീസന്മാർക്ക് തന്നെ അതൊരു ഇതായിരിക്കും. പെട്ടെന്ന് തന്നെ ഇയാൾ ഇറങ്ങിപ്പോവും. പിന്നെ കേസെടുത്തു എന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഇയാൾക്ക് ഈസി ആയിട്ട് ഇറങ്ങി പോവാനും അറിയാം, സംരക്ഷിക്കാനും ആളുണ്ട്. നമുക്ക് 2 ദിവസമായിട്ട് നമുക്ക് ഫോളോ ചെയ്തത് പിന്നെ ആൾ ഇൻഡിക്കേഷൻസ് ആർ അദ്ദേഹം ഇവിടെ നിന്ന് മാറാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് അല്ല അതാണ് നിങ്ങളുടെ ഇൻഡിക്കേഷൻസ്. രഞ്ജിത്ത് അറസ്റ്റ് ഒഴിവാക്കി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴായിരുന്നു പോലീസ് അറസ്റ്റ്. ഇയാൾ ഇവിടെ നിന്ന് നാട് വിടാൻ ശ്രമിച്ചു. രഹസ്യ സൂചനയൊക്കെ കിട്ടിക്കാണും. അതുകൊണ്ടാണല്ലോ നാട് വിടുന്നത്. ഈ യുവനടി പരാതി കൊടുത്തു, ഇയാൾ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഒരു രീതിക്ക് ആയപ്പോഴാണല്ലോ ഇയാൾ നാട് വിടാൻ ശ്രമിച്ചു. പോലീസ് അങ്ങനെ തന്ത്രപൂർവ്വം രഹസ്യമായിട്ട് ഇയാളെ ഇവിടെ റോഡിലോ അങ്ങനെ കണ്ട് വെച്ചിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. അക്കാര്യം വ്യക്തമാക്കുന്നു, സ്ഥിരീകരിക്കുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ DCP അശ്വതി ജിജി അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതീവ രഹസ്യ സ്വഭാവത്തോടെയാണ് പോലീസ് മുന്നോട്ട് പോയത്. രഞ്ജിത്ത് ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ട്, എന്നാൽ കുറ്റം ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ചോദ്യം ചെയ്യലിൽ സഹകരിക്കുന്നുണ്ട്, പക്ഷേ ഇയാൾ ചെയ്ത കുറ്റം ഇയാൾ ഏറ്റു പറയുന്നില്ല. അത് പറയൂല. ഈ കള്ളന്മാരെ ഇങ്ങനെയാണ്. കള്ളന് കഞ്ഞി വെച്ചവന്മാർ പറയൂല. ഇയാൾ ഇതുപോലെ ആദ്യം ഒരു ബംഗാളി യുവതിയെ ഇയാൾ പീഡിപ്പിച്ചു. അതിൽ പരാതി കൊടുത്തിട്ട് കേസൊന്നും ആയില്ല. അത് തേച്ചു മായ്ച്ച് കളഞ്ഞു. രണ്ടാമത് പ്രകൃതി വിരുദ്ധ പീഡനം. മൂന്നാമത് 3 കേസായി. ഈ യുവനടിയെ പിണറായി മാമനൊക്കെ ഇങ്ങോട്ട് പോയാൽ എന്തോ പിണറായി മാമൻ്റെ ആളാണ്. എന്താ എന്തോ
മറ്റത് യാതൊരു വഴിക്കൂടെയൊക്കെ ഇറക്കിവിടെ. എനിക്ക് തോന്നണം ആ ഒരു 2 കേസും ഇങ്ങനെ ആയിരിക്കും, പിണറായി മാമനായിരിക്കും, മാമൻ്റെ ആൾക്കാരായിരിക്കും ഇറക്കി വിട്ടത്. പക്ഷേ ഇത് എങ്ങനെയോ പിടിക്കപ്പെട്ടു ആള്. മോശം. ഇതിനെ രക്ഷപ്പെടാൻ സഹായിച്ചവരും പ്രതികളാകുമെന്ന് DCP അശ്വതി ജിജി പറഞ്ഞു. ആദ്യഘട്ടത്തിൽ സർവൈവർ കുറച്ച് ട്രോമയിലാണെന്ന് മനസ്സിലായി. പിന്നെ ഇൻസിഡൻറ്റ്, പിന്നെ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എടുത്തപ്പം ട്രൂ ആണെന്ന് നമുക്ക് റീസണബിളി മനസ്സിലായി. ഡിജിറ്റൽ തെളിവ് നമ്മൾ ശേഖരിച്ച് വരുന്നതേ ഉള്ളൂ. SIT ബേസിക്കലി ഞാൻ സൂപ്പർവിഷനാണ്. അപ്പം ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഉദയം പേരൂർ അദ്ദേഹമാണ് ഇതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ബാക്കി 2 വനിതാ SIമാരുണ്ട്. ബാക്കി നമ്മുടെ ടീമുണ്ട്. അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. പരാതിയിൽ അങ്ങനെ ഇല്ല. അതായത് ഇതിൽ ഇവരെ രക്ഷപ്പെടാനായിട്ട് സഹായിച്ചതും അല്ലെങ്കിൽ കേസ് എടുക്കാൻ ശ്രമിച്ചതുമായിട്ടുള്ള ആളുകൾ വരാൻ പരിശോധന ഉണ്ടോ? അത് നമ്മൾ പരിശോധിക്കണം. സംഭവം ഇവർ പറഞ്ഞിട്ടുള്ള കുറെ വിറ്റ്നസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുക്കാൻ ഇനി നമ്മൾ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഇത് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ആ സെറ്റിലുണ്ടായിരുന്ന വിറ്റ്നസിനെ നമ്മൾ ഇനി ചെയ്യാനുണ്ട്. ആ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അത് ഫുള്ള് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. അവിടെ എന്തായിരുന്നു പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നത് ഇൻ പ്ലേസ്, ബാക്കി ഈ പറഞ്ഞ വിറ്റ്നസ്, അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുക്കാനുണ്ട്. നോക്കിയിട്ട് വേണം കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുക്കാൻ. നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ടീം നമ്മളൊന്ന് കൺസൾട്ട് ചെയ്തിട്ട് വേണം. ജാമ്യാപേക്ഷ പരിഗണിക്കുന്നുണ്ട്. എന്തായിരിക്കും നമ്മൾ അതെ ബെയിൽ ഒബ്ജക്ഷൻ റിപ്പോർട്ട് നമ്മൾ ഫയൽ ചെയ്യും. ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു അവസരം ആണെന്ന് നമുക്ക് തോന്നി. അപ്പോൾ നമ്മുടെ ടീം ബേസിക്കലി ബാക്കി ജില്ലകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഡീറ്റെയിൻ ചെയ്യാൻ പറ്റിയത്. സഹകരിക്കുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. സഹകരിക്കുന്നുണ്ട്, ചോദ്യം ചോദിക്കുമ്പോൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ ആളത് അങ്ങോട്ട് സമ്മതിക്കുന്നില്ല. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് ആൾ പറയണത്. ഇത് വെറുതെയാണ്, വ്യാജമാണെന്നാണ് പറയണത്. ഈ കള്ളന്മാരല്ലെങ്കിൽ ഏക്കോ നരച്ച് കുമ്മി ഇത്രയും പ്രായം ചെന്ന് ഭാര്യയും കൊച്ചുമക്കളൊക്കെ ആയ ഒരാളാണ്. ഇയാൾക്ക് അടങ്ങി കിടന്നൂടെ ഇനി? ഇത് എത്രാമത്തത്? ഇയാൾക്ക് ഇത് തന്നെ പരിപാടി. അതീവ ഗൗരവതരമായ കുറ്റകൃത്യം നടന്നു എന്നത് പോലീസിന് ബോധ്യപ്പെട്ടു എന്നാണ് 2 പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ നേരത്തെ നമുക്കൊരു ധാരണയും സൂചനയും വിവരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ 2 പ്രധാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണറും DCPയും വന്ന് എന്താണ് അവിടെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലീസിനുള്ള അറിവ് പങ്കുവയ്ക്കായിരുന്നു മാധ്യമങ്ങളോട്. രാഗിൻ നമുക്കിപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിൻ, കമ്മീഷൻ സംസാരിച്ചപ്പോഴും അത് കഴിഞ്ഞ് DCP സംസാരിച്ചപ്പോഴും എന്താണ് സംഭവിച്ചതെന്നും ആ കുറ്റകൃത്യത്തിൻ്റെ ഗൗരവം എത്രത്തോളം വലുതാണ് എന്നതുമൊക്കെ വ്യക്തമാകുന്നുണ്ടായിരുന്നു. അന്ന് ഈ പരാതിക്കിടയാക്കിയ സംഭവം ഉണ്ടായപ്പോൾ, ഈ പീഡന ശ്രമം ഉണ്ടായപ്പോൾ സെറ്റിലുള്ള ആളുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. അതിനുശേഷം ഈ പെൺകുട്ടി കടന്നുപോയത് കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ്. സൈക്കാട്രിക് ഉപദേശം ഉൾപ്പെടെ ട്രീറ്റ്മെൻറ്റ് ഉൾപ്പെടെ പോകേണ്ടി വന്നു. അത്തരം കൺസൾട്ടേഷൻ കൗൺസിലിങ്ങും സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റും എല്ലാം ഈ പെൺകുട്ടിക്ക് കൊടുത്തു. അത് മാനസികമായിട്ട് അത് തകർന്നായിരുന്നു. ഈ സെറ്റിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇനി അത് അവർ ഇനി അത് അവർ നേരെ തിരുത്തിയേ പറയുള്ളൂ. ഇതിനു മുമ്പ് ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായിട്ടല്ലോ. സിദ്ദീഖിൻ്റെ പേരിൽ നടിമാർക്കുണ്ടായെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു കേസ് വന്നു. അതുപോലെ മുകേഷിൻ്റെ പേരിലുണ്ടായിരുന്നു. അതുപോലെ നമ്മളെ ഗണേഷ് കുമാർ സാറിൻ്റെ പേരിൽ, അതുപോലെ ഒരുപാട് പേരുടെ ഇതിൽ കേസായിട്ട് വന്നായിരുന്നു. ഇതൊക്കെ നമുക്ക് അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ അവരെയൊക്കെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എങ്ങനെയാണ്? രഹസ്യമായ രീതിക്കല്ലേ അവരെയൊക്കെ നല്ല VIP ഉള്ള വണ്ടിയിലും കയറ്റി അവരവരെ വാഹനത്തിലും കയറ്റി ഒരു വശത്തൂടെ കൊണ്ടുപോയിട്ട് മറുവശത്തൂടെ അവരെ അങ്ങ് ഇറക്കി വിടുകയാണ് ചെയ്തത്. പക്ഷേ നമ്മളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. അത് ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഘോഷിച്ചു പോലീസ് ചെന്ന് അങ്ങനെയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി 2-3 മാസം പുള്ളിക്കാരനെ ജയിലിൽ അടച്ചിട്ടിരുന്നു. അതാരാണ്? അതിൻ്റെ പിന്നിൽ നമ്മളെ പി മാമനാണ് കളിച്ചത്. ഇത് പി മാമൻ്റെ പക്ഷത്തുള്ള ആളാണ്. അതുകൊണ്ട് എന്തോ ഇത് ഒന്നിനും പറ്റുന്നില്ല. എന്തായാലും പോലീസ് അവർ രഹസ്യമായിട്ട് പോയി പിടിച്ചു. ഇതിൻ്റെ പിന്നിൽ പി മാമൻ്റെ പിറകെയും കുറേ പോലീസന്മാരൊക്കെ ഉണ്ടായിരുന്നു. ആളിൻ്റെ പിന്താങ്ങിയായിട്ട് നിൽക്കണം. അവരൊക്കെ എന്താണാവോ ഒന്നും കാണാനില്ലേ. വേണ്ടി വന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് വിശദീകരിക്കുകയാണ്. ഈ കേസിന്റെ ഗൗരവ സ്വഭാവവും ചുമത്താൻ പോകുന്ന വകുപ്പുകളുടെ കാര്യത്തിലുമൊക്കെ ഉള്ളൊരു സൂചന കൂടിയല്ലേ ഈ പ്രതികരണങ്ങൾ?
രജീഷ്, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS, അതോടൊപ്പം തന്നെ കൊച്ചി DCP അശ്വതി ജിജി, അവരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. അതായത് ജനുവരി 30-നാണ് ഈ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കാരവാനിൽ വെച്ചാണ്. അവിടെയാണ് ഈ മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത്. വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക അതിക്രമം, അതോടൊപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, തടഞ്ഞുവെക്കൽ ഉൾപ്പെടെയുള്ള ലൈംഗികാതിക്രമം ഈ കിളവന്മാർക്ക് എന്തോന്നിൻ്റെ കുഴപ്പമാണ്. പീഡനം, ലൈംഗികാതിക്രമം, ഇപ്പം ഏതൊരു ട്രെയിനിനകത്ത് നോക്കിയാലും ഈ ലൈംഗികാതിക്രമം ഈ അവന്മാരിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണതേ കാണാനുള്ളൂ. ഇത് തന്നെ ാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചുമത്തിയിരിക്കുന്നത്. ഈ സംഭവം ലൈംഗികാതിക്രമം ഈ യുവനടിക്ക് നേരിട്ടപ്പോൾ, രഞ്ജിത്തിൽ നേരിട്ടപ്പോൾ യുവനടി ഉടൻ തന്നെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ പുറത്തേക്ക് ഇറങ്ങി വന്നത് അവിടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരൊക്കെ തന്നെ കണ്ടു. അവർ സമാശ്വസിപ്പിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപ്പോഴാശ്വസിപ്പിച്ചെങ്കിൽ ഇനി അത് അവർ ഏക്കോന്ന് എന്താണ്. മുമ്പ് ഒരു നടിക്ക് ഒരു ഇതുപോലെയുള്ളൊരു പീഡന ശ്രമം ഉണ്ടായിരുന്നല്ലോ, വാഹനത്തിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചത്. എന്നിട്ട് എന്തായി? അതിൽ കൊട്ടേഷൻ കൊടുത്ത ആളെ ഇറക്കി വിടുകയല്ലേ ചെയ്തത്. അതുപോലെ എത്ര പേർക്ക് അവർക്ക് എന്തോന്ന് ശിക്ഷ ഉണ്ടായി. നടിക്ക് എന്താണ് നീതി കിട്ടിയ? ഇതുവരെയും കിട്ടിയില്ലല്ലോ. ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പിന്നീട് ഈ യുവനടി ഒരു മെന്റൽ ട്രോമയിലേക്ക് പോയി. അങ്ങനെ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടി വന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പരാതിയുമായി പോലീസിന് മുന്നിലേക്ക് വരുന്നത്. വളരെ ജെന്യൂനായിട്ട്, അല്ലെങ്കിൽ വളരെ ഒരു ഷോക്ക് എന്ന നിലയിൽ തന്നെയാണ് അവർ ഉണ്ടായത്. നമുക്കിനി വേറൊരു വാർത്ത ഒന്ന് കേൾക്കാം. കഴിഞ്ഞ 10 വർഷം കേരളത്തെ ഭരിച്ചു കുടിപ്പിച്ച കമ്പി ദുർഭരണം അവസാനിക്കുന്നു എന്നതിന് ഏറ്റവും ഒടുവിലത്തെ സൂചനയാണ് രഞ്ജിത്തിന്റെ അറസ്റ്റ്. ഇതുപോലൊരു പത്തരമാറ്റ് കമ്മി, ഇത്തരം കമ്മി സാംസ്കാരിക നായർക്കിടയിൽ വേറെ ഉണ്ടാവില്ല. പിണറായിസത്തിന്റെയും കമ്മിസത്തിന്റെയും ഏറ്റവും വലിയ അലങ്കാരമായ ധാർഷ്ട്യമായിരുന്നു ഇയാളുടെ മുഖമുദ്ര. ധാർഷ്ട്യം അലങ്കാരമായി കൊണ്ടു നടന്നാൽ അധികാരത്തിൽ തുടരാം എന്ന് നമ്മളെ പഠിപ്പിച്ചത് പിണറായിയുടെ വലങ്കയ്യായിരുന്നു. അതുകൊണ്ടാണല്ലോ ആദ്യത്തെ 2 പീഡനവും കേസ് കൊടുത്തിട്ട് അതിനെ തള്ളിക്കളഞ്ഞത്. നാട് വിടാനുള്ള ശ്രമമൊക്കെ നടത്തി. അതിനായിട്ട് പിന്നെ നാട് കടത്തിക്കൊണ്ട് പോകാനും ആളുണ്ടായിരുന്നു. ഇതൊന്നും നടന്നില്ല. എങ്ങനെ സഹിക്കുമോ എന്തോ. പിണറായി വിജയനാണെങ്കിൽ ധാർഷ്ട്യത്തിന്റെ മറവിൽ കലാരംഗത്തും വിജയിക്കാം എന്ന് തെളിയിച്ചത് രഞ്ജിത്തായിരുന്നു. ഇയാളെ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു കാലത്ത് മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഇയാളുടെ ഫോൺ എടുക്കുകയോ ഇയാളുമായി ഒരു തരത്തിലുള്ള സമ്പർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്യാതിരുന്നിട്ടും പിൽക്കാലത്തെ അവരെ തന്റെ കാൽച്ചുവട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞത് ആ ധാർഷ്ട്യം കൊണ്ട് മാത്രമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ എന്ന നിലയിൽ ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഉണ്ടായ പാളിച്ചകളെ തുടർന്ന് കാണികൾ കൂവിയപ്പോൾ താനൊരു പത്തരമാറ്റ് കമ്മിയാണ്, വിരട്ടണ്ടെന്നും ധാർഷ്ട്യത്തോടെ പറഞ്ഞത് നമ്മൾ ഇന്നും മറന്നിട്ടുണ്ടാവില്ല. 1976 SFIയിൽ തുടങ്ങിയതാണ് ജീവിതം. പീഡന വീരനാണ് സംസാരിക്കണത്. രഞ്ജിത്ത്, സംവിധായകൻ രഞ്ജിത്താണ്. അതുകൊണ്ട് അതൊന്നൊരു വിഷയമൊന്നല്ല. അതിനാരും ശ്രമിച്ച് പരാജയപ്പെടുകയും വേണ്ട. ഒന്നിലധികം പീഡന കേസുകളിൽ പ്രതികളായി വളരെ മോശമായി സ്ത്രീകളോട് പെരുമാറുന്നു എന്നത് അയാൾക്കെതിരെ എന്നും ഉയർന്നിട്ടുള്ള ആരോപണമാണ്. തന്റെ ഭാര്യയോട് പോലും അയാൾ ഒരിക്കലും മര്യാദ കാട്ടിയിട്ടില്ല എന്ന് ഭാര്യ തന്റെ അടുപ്പക്കാരോട് പറയുന്നു. ഒരു നടിയെ കണ്ണു കാണിച്ച് വീഴ്ത്തി അവർക്കൊരു കുഞ്ഞിനെ പോലും സമ്മാനിച്ചു എന്ന ആരോപണം എന്നും അന്തരീക്ഷത്തിലുണ്ട്. ആ നടിയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കിയത് ഇയാളുടെ ധാർഷ്ട്യമാണെന്ന് സിനിമക്കാർ പരസ്പരം പറയുന്നു. 2 പീഡന കേസുകൾ ഇയാൾക്കെതിരെ ഉണ്ടായി. പലേരി മാണിക്യം ഒരു പാതിരാ കഥ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു ബംഗാളി നടി ആരോപിച്ചതായിരുന്നു ഒന്ന്. കോഴിക്കോട് സ്വദേശിയായ യുവാവ് ബാംഗ്ലൂരിലെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞത് മറ്റൊരു പരാതിയും. ഇയാൾക്ക് സ്ത്രീകളെടുത്ത് മാത്രം നാണം കെട്ട കിളവന്റെ കാര്യം. പിണറായി കൊണ്ട് നടക്കുന്ന പോലീസിനെ ഇപ്പം കാണാനില്ല. നമ്മളെ പിണറായി പോലീസൊക്കെ എവിടെ ആവും. ഇങ്ങനെയുള്ള പീഡന വീരന്മാരെ വെച്ച് പൊറുപ്പിക്കരുത്. ഇവന്മാർ സിനിമ സെറ്റിലെന്നും പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ വിളിച്ച് വരുത്തിയിട്ട് ഇങ്ങനെയുള്ള എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവന്മാർ പറയും പോലെ കേൾക്കണം. എങ്കിലേ അവർക്ക് നല്ല വേഷങ്ങൾ കൊടുക്കോളൂ, അല്ലെങ്കിൽ ഒരു നടിയാക്കോളൂ എന്നൊക്കെയാണ് പറയണത്. അവന്മാർ പറയണതിന് അത്രയും കൂത്തിനൊത്ത് നിന്നോളണം. എവിടെ ആയിരുന്നാലും ഇങ്ങനെ തന്നെ സ്ത്രീകളെ വെച്ചിട്ട് ഒരു മുതലെടുപ്പുണ്ട് അവന്മാർക്ക്. കുറേ പണമുണ്ട്. പണം ഉള്ളത് കൊണ്ട് എന്തും ആവാം. ഇത് ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ആളിപ്പോൾ ഇറങ്ങി വരും.
അത് ഉറപ്പാണ്. ഈ പെൺകുട്ടിക്ക് നീതി വേണം. നീതി കിട്ടുമോ എന്തോ എന്ന് ഉറപ്പില്ല. ഇപ്പം അവിടെ നിന്ന് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല VIP പരിഗണനയൊക്കെ കിട്ടി അടിപൊളിയായിട്ട് ആള് ഇറങ്ങി വരും. നല്ല വെല്ലുവിളിയോടെയാണ് പോയിരിക്കണം. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ കള്ളക്കേസാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരൻ പോയിരിക്കുന്നത്. മൂത്ത് നരച്ചില്ലേ, ഇനിയെങ്കിലും ഒന്ന് അടങ്ങിക്കൂടെ? ഒരു മോളെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാണോ മാനോ ഇല്ലാത്ത